Welcome to Ashas Academy. Heparin administration. Heparin, also called as unfractionated heparin, which is acting as a blood thinner or anticoagulant. Within the action, it prevents the formation of clot and also prevents the extension of the existing clot. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ഹാഫ് ലൈഫ് 1.5 hours ആണ്. ഹെപ്പാരിൻ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിലാണ്, എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിൻ വഴിയാണ്. അപ്പൊ ഹെപ്പാരിൻ ഉപയോഗിക്കേണ്ട ക്ലിനിക്കൽ കണ്ടീഷൻസ് ഓർ യു സേ ഇൻഡിക്കേഷൻസ്: DVT, അതുപോലെ പൾമണറി എംബോളിസം, ഏട്രിയൽ ഫിബ്രിലേഷൻ, clients for heart surgery, or client who have undergone mechanical valve replacement, and so on. ഇനി ഹെപ്പാരിൻ ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള അഡ്വേഴ്സ് ഇഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് എന്താണ്? ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈഡ് ഇഫക്റ്റ് ഒരു ക്ലയന്റിൽ നോക്കേണ്ടത് ബ്ലീഡിംഗ് ആണ്. അത് പ്രസന്റ് ചെയ്യുന്നത് എപ്പിസ്റ്റാക്സിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, അതുപോലെ ഹെമറ്റമെസിസ് വരാം, ഹെമച്ചൂറിയ വരാം, അല്ലെങ്കിൽ സ്റ്റൂൾ ആൻഡ് ബ്ലഡ് വരാം, ബ്ലഡ് ആൻഡ് സ്റ്റൂൾ വരാം. ഇനി അതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് ഉണ്ടോന്ന് നോക്കുക. അതൊരു വേറൊരു സൈഡ് ഇഫക്റ്റ് ആണ്. അതിന്റെ പ്രസന്റിംഗ് സിംറ്റംസ് ഫീവർ, ചിൽസ്, ചെസ്റ്റ് പെയിൻ, അതുപോലെ ഡിസ്നിയ, ബോഡി മുഴുവനായിട്ടുള്ള ഇച്ചിങ് അല്ലെ അർട്ടിക്കേറിയ, ഇതൊക്കെയാണ്. അതുപോലെ ഫേറ്റൽ ആയിട്ട് പേഷ്യന്റിന് വരാവുന്നതാണ് ഹിറ്റ് സിൻഡ്രോം എന്ന് പറയും, ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപീനിയ. Because this unfractionated ആയിട്ടുള്ള heparin has a more affinity towards the platelet and leads to the destruction of platelets, resulting in thrombocytopenia, which increases the risk of bleeding. അതുപോലെ തന്നെ heparin induced ആയിട്ടുള്ള aldosterone suppression വരാം. Aldosterone is a hormone which is produced by the adrenal cortex. It's a mineralocorticoid ആണ്. The normal function എന്ന് പറയുന്നത് it retains the sodium and water and eliminate the potassium. When you give the heparin and it suppresses the aldosterone action, that results in the buildup of potassium, resulting in hyperkalemia. ഇനി ഇത് കൊടുക്കരുതാത്ത ക്ലൈംസ്, that is contraindication. ഇപ്പൊ ഈ പേഷ്യന്റിന് വളരെ കൂടുതലായിട്ടുള്ള അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ സിവിയർ ആയിട്ടുള്ള റീനൽ ഇമ്പയർമെന്റ് ക്ലയന്റ്, അതുപോലെ തന്നെ സിവിയർ ലിവർ ഡിസോർഡർ ഉള്ള ക്ലയൻസ്, അതുപോലെ പെപ്റ്റിക് അൾസർ, ഈസോഫേജിയൽ വാരിസസ്, ഹെമറേജിക് സ്ട്രോക്ക് ആൻഡ് സോ ഓൺ. അപ്പൊ ഈ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് എപ്പിസോഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ആന്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ആണ് പ്രോട്ടാമിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 mg ഓഫ് പ്രോട്ടാമിൻ സൾഫേറ്റ് ക്യാൻ ന്യൂട്രലൈസ് 100 യൂണിറ്റ്സ് ഓഫ് ഹെപ്പാരിൻ ആണ്. ഈ പ്രോട്ടാമിൻ സൾഫേറ്റ് വളരെ സ്ലോ ആയിട്ടുള്ള IV അഡ്മിനിസ്ട്രേഷൻ ആണ്. അറ്റ്ലീസ്റ്റ് വി ഷുഡ് ടേക്ക് 10 minutes ആണ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്. ഇനി ഹെപ്പാരിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന റൂട്ടുകൾ ഓൺലി IV ആൻഡ് സബ്ക്യൂട്ടേനിയസ്. IM അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല ബിക്കോസ് ഓഫ് ദ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ഫോർമേഷൻ ഓഫ് ഹെമറ്റോമസ്. ഹെപ്പാരിൻ കൊടുക്കുമ്പോഴത്തേക്ക് മോണിറ്റർ ചെയ്യേണ്ട ലാബ് വാല്യൂസ്: APTT, that is activated partial thromboplastin time, normal ആയിട്ടുള്ള വാല്യൂ 20 to 36 seconds ആണ്. ഹെപ്പാരിൻ തെറാപ്പി പോകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് 1.5 to 2.5 times ദ കൺട്രോൾ വാല്യൂ ആകും. അതുപോലെ PT ചെക്ക് ചെയ്യണം. പ്രോത്രോംബിൻ ടൈം നോർമൽ ആയിട്ടുള്ള PT 9.5 to 11.3 seconds in ഫീമെയിൽസും 9.6 to 11.8 seconds in മെയിലും. അതും ഇത് ഹെപ്പാരിൻ കൊടുക്കുമ്പോഴത്തേക്ക് വാല്യൂ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ CBCയും പ്ലേറ്റ്ലെറ്റ്സും നോക്കുക. അതുപോലെ ഫോർ ലോങ് ടേം ആയിട്ട് ഹെപ്പാരിൻ തെറാപ്പി കിട്ടുന്ന ക്ലയൻസിലാണെങ്കിൽ നമ്മൾക്ക് ACT ചെക്ക് ചെയ്യും. ACT എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ടൈമാണ്. യൂഷ്വലി അതിന്റെ ഒരു നോർമൽ വാല്യൂ 80 to 160 seconds ആണ്. ബട്ട് അഗെയിൻ ഇറ്റ് ഗെറ്റ്സ് വേരിഡ് അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ഡിവൈസ് അനുസരിച്ചിട്ട്. ഇനി നമ്മൾ ഹെപ്പാരിൻ കൊടുക്കുമ്പോഴത്തേക്കുള്ള നഴ്സിംഗ് കെയർ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നഴ്സിംഗ് ആക്ഷൻ ഇസ് മോണിറ്റർ ദ ബ്ലീഡിംഗ് റിസ്ക് ഇൻ എ ക്ലയന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യന്റ് ഡെമോൺസ്ട്രേറ്റ് എപ്പിസ്റ്റാക്സിസോ അല്ലെങ്കിൽ ഹെമച്ചൂറിയയോ ബ്ലഡ് ആൻഡ് സ്റ്റൂളോ
ഒക്കെ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡോസ് കൊടുക്കരുത്, പകരം നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ പേഷ്യന്റിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫൈ ചെയ്യുക. അതുപോലെ ഈ ലാബ് വാല്യൂസ് ആയിട്ടുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹെപ്പാരിൻ തെറാപ്പിയിലാണെന്നുണ്ടെങ്കിൽ they are not supposed to breastfeed. So this is a short information regarding heparin administration.